എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ദാനിയേലിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം ദാനിയേൽ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ്: അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും. സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്: സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റിവേര് ഉപേക്ഷിക്കുവാൻ കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം, 26-ാമത്തെ വചനം. അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും. സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റിവേര് ഉപേക്ഷിക്കുവാൻ കൽപ്പിക്കേണ്ട അനുസരിച്ച് നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരത്തിൻ്റെ കുറ്റിവേര് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഭൂമിയുമായി ചേർന്ന് നിൽക്കുന്ന, ഭൂമിയുടേതായ എല്ലാം ഇതാ നശിക്കുന്നു, നഷ്ടപ്പെടുന്നു. എന്നാൽ എന്നും നിലനിൽക്കുന്നത്, ആർക്കും തകർക്കാൻ പറ്റാത്തത്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തത്, ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്തത്. നീ അംഗീകരിക്കുക, ദൈവത്തെ അംഗീകരിക്കുക, സ്വർഗത്തെ അംഗീകരിക്കുക, ദൈവത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുക. എന്ന് നീ ഇത് അംഗീകരിക്കുന്നുവോ, എന്ന് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം, ഈ ഭൂമിയുമായിട്ടുള്ള ഈ അഭേദ്യമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിച്ച് ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ശക്തിയെ, പരമാധികാരി ദൈവമാണെന്ന് നീ എന്ന് അംഗീകരിക്കുന്നുവോ, അതുവരെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങൾ, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്, വ്യാഖ്യാനം ഇതാണ്, നീ അനുഭവിക്കേണ്ടി വരും. നീ എന്ന് ദൈവത്തെ അംഗീകരിക്കുന്നുവോ, എന്ന് ദൈവത്തിൻ്റെ പരമാധികാരം നീ ഏറ്റുപറയുന്നുവോ, അന്ന് നിനക്ക് രാജ്യം, നിന്റെ രാജ്യം തിരിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയ്ക്കായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പിന്നിൽ നമ്മളുടെ കഴിവുകൾക്കപ്പുറത്ത്, നമ്മളുടെ പരിമിതികൾക്കപ്പുറത്ത് ഒരു സത്യത്തെ നമ്മൾ കണ്ടു. ഈ സത്യം എല്ലാവരിലേക്കും വെളിപ്പെടുക, ഈ സത്യം എല്ലാവരും അറിയുക. ഈ സത്യത്തെ ആര് അവഗണിക്കുന്നുവോ, ഈ സത്യം ആരറിയാതിരിക്കുന്ന അവരിലേക്കെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുക. ഇത് നമ്മിൽ ഈ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് വന്ന് ഈ ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയപ്പോൾ ശുശ്രൂഷയ്ക്കുള്ള ഒരു ധ്വര, ശുശ്രൂഷയ്ക്കുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ജോഷുവ എന്ന വ്യക്തി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇസ്രായേൽ ജനത്തെ നയിക്കുന്നു. ഇസ്രായേൽ ജനത്തിനെതിരെ അമലേക്യർ യുദ്ധം തുടങ്ങിയപ്പോൾ അമലേക്യർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ സൈന്യത്തെ നയിക്കുന്ന ജോഷുവ ഒപ്പം തന്നെ മലമുകളിൽ മുട്ടുകൾ മടക്കി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗം. പ്രിയപ്പെട്ടവരെ,
അത്ഭുതകരമായി സൈന്യത്തിൻ്റെ ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ ഇസ്രായേൽ ജനം അമലേക്യരുടെ മേൽ യുദ്ധവിജയം നേടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ പറയും, മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വിജയിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അമലേക്യർക്കെതിരെ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വിജയിച്ചത്? മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു സത്യമാണോ? സത്യമാണോ? സത്യമാണ്, പക്ഷേ പൂർണ്ണ സത്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം ചെയ്യേണ്ട ജോഷുവ, യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ജോഷ യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിലോ? യുദ്ധം നയിച്ച പട നയിച്ച ജോഷുവ, യുദ്ധ മുന്നിൽ നിന്ന ജോഷുവയെ എന്തേ പരാമർശിക്കാത്തത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇനി നമുക്ക് പറയാം, മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചത് കൊണ്ടും ഒപ്പം ജോഷുവ യുദ്ധം നയിച്ചത് കൊണ്ടും ഇതാ ഇസ്രായേൽ ജനം അമലേക്യർക്കെതിരെ, ശത്രുവിനെതിരെ വിജയം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സത്യമാണോ? സത്യമാണോ? സത്യമാണ്, പക്ഷേ ഇതൊരു പൂർണ്ണ സത്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് സത്യമാണോ? ആണ്, പക്ഷേ പൂർണ്ണ സത്യമല്ല. പ്രിയപ്പെട്ടവരെ, മോശ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നു, ജോഷുവ യുദ്ധം ചെയ്യുന്നു. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലോ? ഹല്ലേലൂയ. ജോഷു യുദ്ധം ചെയ്യുമ്പോൾ, മോശ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിലോ, ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിലോ ജയിക്കുമായിരുന്നോ? ജയിക്കുമായിരുന്നോ? ജോഷുവ യുദ്ധം ചെയ്തു, മോശ കരങ്ങൾ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, യുദ്ധം ജയിപ്പിച്ചത്, യുദ്ധത്തിൽ വിജയത്തിൻ്റെ കാരണം ഒന്നേ ഒന്ന്. ഈ ഒരൊറ്റ സത്യം പറഞ്ഞാൽ, ഈ ഒരു സത്യം പറഞ്ഞാൽ ബാക്കിയെല്ലാം പൂർണ്ണമാവുകയുള്ളൂ. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ സത്യമല്ല. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, സത്യമാണത്, അവർ വിജയിച്ചു. ജോഷു യുദ്ധം നയിച്ചു, പട നയിച്ചു, സത്യമാണത്. പക്ഷേ മോശയും ജോഷുയും ദൈവത്തിന് വിധേയത്വമുള്ളവരായി ദൈവത്തോട് വിധേയപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ഇതാ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി ദൈവത്തോടുള്ള പൂർണ്ണമായ വിധേയത്വം. എല്ലാറ്റിലും ദൈവമാണ് പ്രവർത്തിച്ചത്, ദൈവമാണ് വിജയം നൽകിയത്, ദൈവമാണ് കരങ്ങൾ ഉയർത്താൻ പ്രേരിപ്പിച്ചത്, ദൈവമാണ് യുദ്ധം ചെയ്യാൻ ശക്തി നൽകുന്നതും പ്രേരണ നൽകുന്നതും, ദൈവമാണ് എല്ലാം, ദൈവമാണ് സർവസ്വവും. ദൈവത്തിലേക്ക് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രമാത്രം പ്രവർത്തിച്ച ദൈവത്തെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പ്രേരണ കൊടുത്ത ദൈവത്തെ, യുദ്ധം ചെയ്ത് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പ്രേരണ കൊടുത്ത ദൈവത്തെ, അങ്ങനെ പ്രേരണ കൊടുത്ത് ആ പ്രേരക ശക്തിയാൽ അവരെ യുദ്ധത്തിൽ വിജയപദത്തിലെത്തിച്ച ദൈവത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതാ ചെറുതാക്കി കളയാ. മോശയ്ക്ക് വലുപ്പം കൊടുത്തു, ജോഷയ്ക്ക് കൂടുതൽ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് ചിലപ്പോൾ കൊടുക്കാൻ മറന്നു പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരമാധികാരം അംഗീകരിക്കുക. സ്വർഗത്തിന്റെ പരമാധികാരം, ദൈവത്തിന്റെ സകല മനുഷ്യരെയും നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ, പരമാധികാരത്തെ അംഗീകരിക്കുക. ഹല്ലേലൂയ. സൈന്യം ചെറുതോ വലുതോ എന്നുള്ളത് ദൈവസന്നിധിയിൽ അപ്രധാനമായ കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സൈന്യം ചെറുതോ വലുതോ എന്നുള്ളത് ദൈവസന്നിധിയിൽ അപ്രധാനമായ കാര്യമാണ്. കാരണം
യുദ്ധം ചെയ്യാൻ ശക്തി തരുന്നത്, ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ശക്തി തരുന്നത് ദൈവമാണ്. വിജയം നൽകുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരസ്പരം കരങ്ങൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കരങ്ങൾ ചേർത്ത് ഒരുമിച്ച് നമുക്ക് പറയാം, യുദ്ധം ചെയ്യാൻ ശക്തി തരുന്നത് ദൈവമാണ്. നെക്സ്റ്റ്, ശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. സ്നേഹത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവൻ, അതുകൊണ്ടാണ് ആത്മാവ് എന്നെ നയിച്ചു, പൗലോസ്ലീഹ പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവ് എന്നെ നയിച്ചു. ഞാൻ ഏറെ അധ്വാനിച്ചു, ഒരുപാട് കൃപകൾ, ഒരുപാട് കൃപാവരങ്ങൾ പ്രകടമായി, നിങ്ങളെക്കാൾ ഏറെ, നിങ്ങളിൽ പ്രകടമായതിനേക്കാൾ ഏറെ കൃപാവരങ്ങൾ പ്രകടമായി. പക്ഷേ കൃപയാണ് അധ്വാനിച്ചത്, ഞാനല്ല അധ്വാനിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ പറയും, ഞാനങ്ങ് പ്രാർത്ഥിച്ചു, ഞാനങ്ങ് മുട്ടുകുത്തി, ഞാനങ്ങ് ഉറക്കമിളച്ചു, ഞാനങ്ങ് ഉപവസിച്ചു, ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ്. ഹല്ലേലൂയ. 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 ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉറക്കമിളച്ചു, ഞാൻ പ്രഘോഷിച്ചു, ഞാൻ നന്മ ചെയ്തു, ഞാൻ. ഹല്ലേലൂയ. 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 ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഞാൻ അങ്ങ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഏറ്റു പറയുമ്പോഴും പൂർണ്ണ സത്യം അല്ലെങ്കിൽ പൂർണ്ണമായ ക്രെഡിറ്റ് ദൈവത്തിന് കൊടുക്കാതെ വരുന്നു. അതുകൊണ്ട് നമ്മളെ ശുശ്രൂഷ മേഖലകളെ ഈ ദൈവ പൂർണ്ണമായ ഒരു ദൈവ ഭക്തനായി മാറുക, പൂർണ്ണമായ ഈ വിധേയത്വത്തിലേക്ക്, ദൈവാശ്രയത്വത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം അമലേക്യർക്കെതിരെ യുദ്ധത്തിൽ വിജയിച്ചത്. ദൈവം, ഓക്കെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ശക്തി കൊടുത്തു എന്നുള്ളത് സത്യ. ഈ സമയത്ത് മോശ ഓർ ജോഷുവ രണ്ടുപേരും അലസരായി ദൈവത്തോട് വിധേയപ്പെടാതിരുന്നെങ്കിലോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, കണ്ടോ, ദൈവം തരുന്ന ശക്തിക്കനുസരിച്ച്, ദൈവം നൽകുന്ന പ്രേരണയ്ക്കനുസരിച്ച് ദൈവത്തോട് വിധേയപ്പെടാത്ത വ്യക്തികളാണെങ്കിലോ വല്ലതും സംഭവിക്കുമായിരുന്നോ? ഹല്ലേലൂയ. 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 അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ശക്തി, ഒപ്പം ദൈവത്തോടുള്ള വിധേയത്വം, ഇതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ആദ്യ പാഠം. പൂർണ്ണമായ ദൈവാശ്രയത്വം, പൂർണ്ണമായ വിധേയത്വം, ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭൂമിയോട് ചേർന്നിരിക്കുന്ന മരക്കുറ്റി ദാനിയേലിലൂടെ നബൂഖദ്നേസർ രാജാവിനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ഭൂമിയിലെ ഈ മരക്കുറ്റി അത് മണ്ണിൽ ആഴ്ന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ആശ്രയത്വം ആയിരിക്കരുത് നിനക്ക്. നിന്നിൽ പൂർണ്ണമായ ദൈവാശ്രയത്വത്തിലായിരിക്കണം. നീ അത് എന്ന് അംഗീകരിക്കുന്നുവോ, സ്വർഗത്തിന്റെ പരമാധികാരം അംഗീകരിക്കുന്നുവോ, അപ്പോൾ നിനക്ക് രാജ്യം തിരിച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിലുള്ള ബ്ലോക്കുകൾ, ഹഡിൽസ്, ബന്ധനങ്ങൾ മാറാൻ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മലകൾ, ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പ്രതിബന്ധങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ കൊടുക്കുക. ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. പിറുപിറുക്കാതെ വീണ്ടും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിധേയപ്പെട്ട് പൂർണ്ണമായ വിധേയത്വമുള്ളവനായി, പൂർണ്ണമായ സമർപ്പണമുള്ളവനായി മാറുക. ഈ സമർപ്പണത്തെ അനുദിനം പുതുക്കപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളിൽ കൈകളടിക്കുന്നത്, സ്തുതിക്കുന്നതൊക്കെ നമുക്കൊരു വലിയൊരു ആനന്ദമായിരുന്നു. പിന്നീട് കരങ്ങളടിക്കുന്നത്, സ്തുതിക്കുന്നതൊക്കെ നമുക്കതൊരു അരോചകത്വമായോ അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റാത്ത വണ്ണമുള്ള ഒരു മുരടിപ്പ് അനുഭവിക്കാൻ കാരണമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യ 54 അധ്യായം 14 വചനം. 14 വചനം, നീതിയിൽ നീ
സുസ്ഥാപിതയാകും. മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല. ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല. നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിബദിക്കും. നിന്നോട് കലഹിക്കും. ശുശ്രൂഷകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ എന്ത്, ആര്, ഏത്, ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മെ എതിരായി നിൽക്കുന്നത് എന്താ? നമുക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത് എന്താ? പ്രതിബന്ധങ്ങളായി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിലേക്കെല്ലാം നോക്കേണ്ടത്, നോക്കുക, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തിന്റെ, നമ്മുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് നോക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീതിയിൽ നീ സുസ്ഥാപിതയാകും. മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല. ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. 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 എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്ന് വരുന്നു? ഈ ശക്തി എവിടെ നിന്ന് വരുന്നു? ഈ സംരക്ഷണം എവിടെ നിന്ന് വരുന്നു? തൊട്ട് മുകളിലുള്ള വചനം വായിച്ചു നോക്കുക. 54:13. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയിലൂടെ, ജോഷയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം പഠിപ്പിക്കുക. ദൈവത്തിന് വിധേയത്വമുള്ളവരാവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണമായ ദൈവാശ്രയത്വമുള്ള വ്യക്തിയായി മാറുക. അല്പം പോലും നിന്റെ കഴിവ്, നിന്റെ സാമർത്ഥ്യം, നിന്റെ പ്രാഗൽഭ്യം, നിന്റെ എക്സ്പീരിയൻസ് കൂട്ടിക്കലർത്താതിരിക്കുക. എന്നും എപ്പോഴും ഏത് സമയത്തും ദൈവാശ്രയത്വമുള്ളവനായി മാറുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും. മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല. ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കി വിട്ടാൽ അത് ഞാനായിരിക്കില്ല. നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിബദിക്കും. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. എന്താ പറയുന്നത്? തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാ സുവിശേഷത്തിന് നമ്മുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്ന വഴി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്താ വെളിപ്പെടുത്തുന്നത്? ഇതെല്ലാം സംഭവങ്ങളുണ്ട്, ഇതെല്ലാം തരത്തിലുള്ള വ്യക്തികളുണ്ട്, സാഹചര്യങ്ങൾ, വിവിധ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ പ്രതിബന്ധങ്ങളായി നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് എന്താ നോക്കിക്കേ. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാ. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്ക് എതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലും ആണ് ഇത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദ പ്രോമിസ്, ദൈവത്തിന്റെ വാഗ്ദാനമാണിത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവഭക്തനായി, പൂർണ്ണമായ ദൈവ വിധേയത്വമുള്ളവനായി, സമ്പൂർണ്ണ സമർപ്പണമുള്ളവനായി തീരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. പക്ഷേ അത് നിനക്ക് ഒരു തടസ്സമായി മാറുകയില്ല. ആ പ്രതിബന്ധം, ആ തടസ്സം നിനക്കൊരു തടസ്സമല്ല. നിന്നെ തടസ്സപ്പെടുത്താൻ അതിന് പറ്റത്തില്ല. കാരണം നിന്നെ നയിക്കുന്നത് ഞാനാ. ആത്മാവാണ് നിനക്ക് ശക്തി തരുന്നത്. ആത്മാവാണ് നിന്നെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അതുകൊണ്ട് പൂർണ്ണമായ വിധേയത്വത്തിലേക്ക്, പൂർണ്ണമായ സമർപ്പണത്തിലേക്ക്, പൂർണ്ണമായ ദൈവ തിരുമുൻപിലേക്കുള്ള വിട്ടുകൊടുക്കലിലേക്ക് ഒരുങ്ങണം നമ്മൾ. പ്രാരംഭമായി തുടക്കമാണിത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ യുദ്ധം ചെയ്യാൻ വിളിക്കുന്നു. നീ യുദ്ധം ചെയ്യണം. മുട്ടുകൾ കുത്തണം, കരങ്ങൾ ഉയർത്തണം, മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യണം. ശത്രുവിനെതിരെ നീ ശത്രുവിനെ കണ്ട് നീ പേടിച്ചോടരുത്. പ്രതിബന്ധങ്ങൾ കണ്ട് നീ തകർന്നു പോകരുത്, മനം മടുത്തു പോകരുത്. നിന്റെ മുൻപിൽ, നിന്റെ കൂടെയുള്ള നിന്റെ ദൈവം നിന്റെ മുൻപിലുള്ള നിന്റെ ശത്രുവിനെ
കീഴ്പ്പെടുത്തും. ദൈവം അത് കീഴ്പ്പെടുത്തും. ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണത് ചെയ്യുന്നത്? ദൈവം അത് ചെയ്തിരിക്കും. ദൈവം അത് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇറങ്ങുക, മുൻപോട്ട് ഇറങ്ങുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ ആത്മവീര്യം, ആത്മാവിന്റെ ശക്തി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം? പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെ, ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെ. 1 മക്കാബായർ 3-ാം അധ്യായം 4-ാമത്തെ വചനം. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരിക്കലും ഈ തളർച്ച, മുരടിപ്പ് അതിന് നമ്മൾ സ്വയം വിട്ടുകൊടുക്കരുത്. എപ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്വം. റോമ 12:11 തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരായി മാറുക. അതുകൊണ്ട് നഷ്ടപ്പെട്ട വീര്യത്തെ വീണ്ടും ജ്വലിപ്പിക്കുക. സ്വീകരിച്ച അഭിഷേകത്തെ വീണ്ടും കത്തി ജ്വലിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അതിൽ കുറഞ്ഞത് കാട്ടിലെ രാജാവാണ് സിംഹം. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ പിന്നെയുള്ളതെല്ലാം, മറ്റു മൃഗങ്ങളെല്ലാം സിംഹത്തിന് താഴെയാ. രാജാവ്, ദ കിങ്. ഹല്ലേലൂയ. അതുപോലെ ആത്മാക്കളെ നേടുവാൻ ഇരയ്ക്കായി അലറുന്ന സിംഹം എങ്ങനെയാ? അവന് വേറൊന്നും നോക്കാനില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം മാറ്റാൻ ആർക്കും പറ്റത്തില്ല. അവൻ ലക്ഷ്യം മാറില്ല. ഒരു ചൊല്ലുണ്ടല്ലോ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന് പറഞ്ഞാൽ, പട്ടി ചന്തയ്ക്ക് പോകുന്നത് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോ വേണമെങ്കിലും അവന്റെ തീരുമാനങ്ങൾ മാറ്റാം. വേറൊരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പട്ടി എന്നാ അതിന്റെ പുറകെ പോകും. ഹല്ലേലൂയ. എന്തിനാ ചന്തയ്ക്ക് പോയതെന്ന് പട്ടിക്ക് അറിയത്തില്ല. ലക്ഷ്യം കറക്റ്റ് അല്ല, ഒരു പ്രത്യേകമായൊരു ലക്ഷ്യമില്ല. പക്ഷെ സിംഹം അങ്ങനെയല്ല. ഇരയെ കണ്ടാൽ ഇരയ്ക്കായി അവൻ അലറുന്നു, ഇരയെ പിടിക്കാൻ. പിന്നെ അവനെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യം പണിയുവാൻ, ദൈവത്തിന്റെ സ്വന്തമായി മാറുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കൂട്ടുപ്രവർത്തകരാകുവാൻ ഈ മനോഭാവം എങ്ങനെയായിരിക്കണം? പ്രവർത്തനങ്ങളിൽ സിംഹത്തെ പോലെയാവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരയ്ക്കായി അലറുന്ന സിംഹക്കുട്ടിയെ പോലെയാവുക. കാരണം നമ്മൾ അങ്ങനെ അലറാതിരുന്നാൽ നമ്മൾ ഇരയായി മാറും. ഇതാണ് പ്രശ്നം. ഹല്ലേലൂയ. നമുക്ക് ഈ അഭിഷേകത്തിന് വേണ്ടി ഈ സിംഹത്തെ പോലെ, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു ഉദാഹരണം, ഇങ്ങനെ ഒരു വചനം നമ്മുടെ മുൻപിൽ വെച്ചു? ഇതുപോലെ ഒരു തീക്ഷ്ണത നമ്മളിൽ നിന്ന് ദൈവം ഈ കാലഘട്ടത്തിൽ അങ്ങനെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ, തീക്ഷ്ണതയുള്ളവരാകുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇരയാകരുത്, ഇര പിടിക്കണം. ഹല്ലേലൂയ. കാരണം പലപ്പോഴും നമ്മൾ അറിയാതെ വചനങ്ങൾ പലതും നമുക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ കാണുന്നത്. പത്രോസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നു. ഗത്സമൻ തോട്ടത്തിൽ എല്ലാ സ്നേഹവും, എല്ലാ തരത്തിലുള്ള സ്നേഹവും വെളിപ്പെടുത്തുക. ഈശോ വെളിപ്പെടുത്താൻ പോവുകയാണ്, തന്നെ വിട്ടുകൊടുക്കാൻ പോവുകയാണ്, കൊല്ലപ്പെടാൻ പോവുകയാണ്. ഈശോ പ്രാർത്ഥിക്കുന്നു. തൻ്റെ അരുമ ശിഷ്യരോട് പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പക്ഷെ ശരീരത്തിന് നല്ല ക്ഷീണമുള്ള സമയം. അവർക്ക് അങ്ങനെയൊരു ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് രാത്രി ഉറക്കം വിളച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ എക്സ്പീരിയൻസ് അവർക്കില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, എൻ്റെ അരുമ ശിഷ്യരേ, നിങ്ങൾ ക്ഷീണിച്ചു പോയി, നിങ്ങൾക്ക് ക്ഷീണമാണ്, ശരീരം ബലഹീനമാണല്ലോ, അതുകൊണ്ട് ഉറങ്ങിക്കോ. പറഞ്ഞോ? പറഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്ന വ്യർത്ഥ വാക്കെന്താ? ശരീരം ബലഹീനമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരിക്കലും ശരീരത്തിൻ്റെ പ്രേരണകളെ, ശരീരത്തിൻ്റെ ഇഷ്ടത്തെ
ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ ദൈവം പറഞ്ഞിട്ടില്ല. ആത്മാവ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ തന്നിട്ടില്ല.